Welcome to the video. We are with the questions only. We are with interrogative sentences. ഇത് ടാഗ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സംഷൻസ് 3 പോയിന്റ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കണം ടാഗ് ക്വസ്റ്റ്യനിൽ. കാരണം എക്സംഷൻസ് ആണ് ചോദിക്കപ്പെടുക. നമ്മൾ ആ എക്സംഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതിന്. ലെറ്റ്സ് ഗോ ഔട്ട് ടുഡേ. നമുക്കിന്ന് പുറത്തു പോകാം. ലെറ്റ്സ് ഗോ ഔട്ട് ടുഡേ. ഇതിന്റെ ടാഗ് എന്തായിട്ട് വരുന്നത് വെച്ചാൽ ഈ ലെറ്റ്സ് വെച്ച് തുടങ്ങുന്നതെല്ലാം ഷാൾ വി എന്നങ്ങോട്ട് എഴുതുക. അവിടെ ഓർമ്മിച്ച് വെക്കുക. ഷാൾ വി, ലെറ്റ്സ് ഗോ ഔട്ട് ടുഡേ. ഷാൾ വി, ഷാൾ വി എന്നാണ് വരിക. ലിസൺ ഹിയർ ഇമ്പരാറ്റീവ് സെന്റൻസ് ആണ്. ലിസൺ ഹിയർ എന്താ വരിക? വിൽ യു. നമ്മൾ നമ്മുടെ കൂടെയുള്ളവരടുത്തല്ലേ ചോദിക്കുന്നു. വിൽ യു അങ്ങനെ ചെയ്യില്ല എന്ന് ചോദിക്കുകയാണ്. അത് ഓർമ്മിക്കുക. അവിടെ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല. ഈ ലെറ്റ് ഉപയോഗിച്ചതും ഇമ്പരാറ്റീവ് സെന്റൻസ് ഒന്നും. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, അങ്ങനെയുള്ള റൂൾ അത് ഫോളോ ചെയ്യുന്നില്ല. എക്സംഷൻസ് ആണ്. ഡോണ്ട് ഡ്രോപ്പ് ഇറ്റ്, അതും ഇമ്പരാറ്റീവ് സെന്റൻസ് ആണ്. സബ്ജക്ട് എന്താണ്? എപ്പോഴും ഇംപ്ലൈഡ് ആണ്. അവിടെ സബ്ജക്ട് ഉണ്ട്. ബിക്കോസ് ഇൻ എ സെന്റൻസ് ദ കോർ ഓഫ് എ സെന്റൻസ് എന്താണ്? സബ്ജക്ട് ആൻഡ് വെർബ്. ഡോണ്ട് ഡ്രോപ്പ് ഇറ്റ് പക്ഷെ നമ്മൾ പറയുന്നില്ല ഇമ്പരാറ്റീവ് സെന്റൻസിൽ. ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ് തുടങ്ങിയവയ്ക്കൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഡോണ്ട് ഡ്രോപ്പ് ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യു ആണ് അവിടെ ഇംപ്ലൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ്. പക്ഷേ ഡോണ്ട് ഡ്രോപ്പ് ഇറ്റ് എന്നുള്ളതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ എന്ത് വരും? വിൽ യു. അത് മാത്രമേ വരുള്ളൂ. അപ്പൊ സെന്റൻസ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഇമ്പരാറ്റീവ് ആണോ? ലെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അവിടെ മാറ്റം വരുമല്ലോ. അല്ലാതെ അങ്ങനെ ആ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് എഴുതുകയല്ല. അതൊക്കെയാണ് കെയർലെസ് മിസ്റ്റേക്ക് എന്ന് പറയുക. ഐ ആം ടു ലേസി. ഇതും ഒരു എക്സംഷൻ ഉണ്ട്. ഐ ആം ടു ലേസി, ഞാൻ വളരെ ലേസിയാണ്. ഇറ്റ്സ് കറക്റ്റ്. ഐ ആം ടു ലേസി. ഐ ആം ടു ലേസി നമ്മുടെ വീട്ടുകാർക്ക് അറിയാലോ. അപ്പൊ ഞാൻ പറയണം ഐ ആം ടു ലേസി. ഇവിടെ ഐ ആം എന്നാണെങ്കിലും കൂടി ടാഗ് വരുമ്പോ ഈ ആമിനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഒരു ബി വെർബ്. അതിന് പകരം ആർ തന്നെ വേണം. നെഗറ്റീവ് ആണെങ്കിൽ ആർ ആൻഡ് ഐ ഇങ്ങനെയാണ് വരിക. ഇതൊരു എക്സംഷൻ ആണ്. വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. നെഗറ്റീവ് ആണെങ്കിൽ ഐ ആം ടു ലേസി, ആർ ആൻഡ് ഐ. ഇനി ഐ ആം നോട്ട് ലേസി, അങ്ങനെയാണ് ആ സെന്റൻസ് എന്ന് വെക്കുക. ഐ ആം നോട്ട് ലേസി. അതപ്പോ അവിടെ സെന്റൻസ് എന്തായി? നെഗറ്റീവായി. അപ്പൊ അവിടെ ആം ഉപയോഗിക്കാം. ആം ഐ അങ്ങനെ വരും. ആമിന്റെ കൂടെ ഐ വരും. ആമിന്റെ കൂടെ നോട്ടെന്ന് ചേർക്കരുത്. അങ്ങനെ ചേർക്കേണ്ട സാഹചര്യം വന്നാൽ ആർ ആൻഡ് ഐന്നേ വരുള്ളൂ. ആ ഒരു പോയിന്റ് നല്ല രീതിയിൽ ഓർമ്മിക്കുന്നതൊക്കെ എക്സംഷൻസ് ആണ്. യു വർ നോട്ട് ലിസണിങ്, നീ ലിസൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. യു വേർ ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, ബി വെർബ് തന്നെയാണ്. യു വർ നോട്ട് ലിസണിങ്. അപ്പൊ ഇവിടെ എന്താ ടാഗ് വരിക? സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ്. വേർ യു. ഇതാണ് റൂൾസ്. ഈ എക്സംഷൻസ് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കുക. എക്സംഷൻസ് എന്നാണ് അധികം ക്വസ്റ്റ്യൻസ് വരിക. കാരണം നമുക്ക് ആ എക്സംഷൻസ് അറിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്.